I wanna see his take still the high in his eye. I wanna see she'll twist and never ask me why. I wanna see a hustler seize the whistle not for win. I wanna see a gamer cusp revelation done right. I wanna see. ഞാനാ റോണി, സേറെ ഞാനാ കെട്ടാൻ പോകുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഇനിയിപ്പോൾ ഞാനേ അവളെ കെട്ടും. ചുമ്മാ രസം പോട്ടെ. One moment, please. Yep. Bye. ANC ടീം കേരളത്തിൽ എത്തിയതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ലുക്കിംഗ് ഫോർ വിക്ടർ. അത് റിസ്ക് ആണ്. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ബായിയെ പിള്ളേരെ അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ലാപ്ടോപ്പും പാസ്വേഡും പിന്നെ നോക്കാം. ഓക്കെ ബൈ. മരുന്നെല്ലാം കിട്ടി, വാ പോവാം. നമ്മുടെ കൊച്ചനെ ആരാ തല്ലിച്ചതെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? ഇല്ല. പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞ. ഡോക്ടർ വെറുതെ പറഞ്ഞായിരിക്കും. ഈ ഇരിപ്പ് കണ്ടിട്ട് അടുത്തങ്ങ് പുറത്തിറങ്ങുന്ന എനിക്ക് തോന്നല്ല. ഡാ പ്രേമ, ആ ബായിങ് എടുത്ത്. ഓ, നീ ആ കീ എന്നേ, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. കൂട്ടുകാരാ പോയിച്ചു വരാം. വെള്ളത്തിൽ കുളിക്കാം. എല്ലാരും ഒന്ന് പുറത്തേക്ക് നിന്നേ, ഡോക്ടർ റൗണ്ട്സിന്റെ ടൈമാണേ. മസ്താൻ ഭായ് ഒന്ന് പുറത്തേക്ക് വന്നേ, അഖിലാപ്പോളിന് ജോലിയുണ്ടേ അല്ലേ? ഈ പോള് അച്ഛനാണോ? എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും, ഒരു മടിയില്ല. ഭായ് അമ്മര് പോയേ? നീ വന്നാ? എവിടെയായിരുന്നു? ഞാനവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഹലോ സാറാ. ഹലോ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? സാറാ, ഞാൻ എത്ര തവണ വിളിച്ചു സാറാ. നീ ഓക്കെ അല്ലേ? വൈകിട്ട് 5 മണി. ലൊക്കേഷൻ ഞാൻ വാട്സാപ്പ് ചെയ്യാം. ഇവനെന്തോന്നും മിണ്ടാത്തെ? ഇപ്പോഴും പെയിനുണ്ടോ? ഏയ്, അവിടെ സീനാണോ? എന്ത് സീൻ? സാറാ, സാറാ ഐ ആം സോറി. എനിക്കറിയാം ഞാൻ നാളെ കഴിഞ്ഞ എൻ്റെ കല്യാണം. ഇത് കൂടെ പറയാനാ വന്നേ. നിന്നെ ഒരു ത്രട്ടൻ ചെയ്തോ? അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ? ഇത് നമുക്ക് സോർട്ട് ചെയ്യാം. ഞാനിതെന്ത് ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. നമ്മൾ അതൊരു ഡ്രീമായിരുന്നു. ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയൊക്കെ ചെയ്തത്? നമുക്ക് എങ്ങോട്ടേലും പോവാം, ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലും. നീ വാ പ്ലീസ്. എങ്ങോട്ട് പോവാനാ? അവർക്ക് എത്താൻ പറ്റാത്ത ഏത് സ്ഥലമാണ് ഉള്ളത്? നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. എൻ്റെ കയ്യിൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്, ഉണ്ടാക്കാം. നീ എൻ്റെ കൂടെ നിന്നാ പ്ലീസ് മാത്രം. ജീവ, വെറുതെ എനിക്ക് ഹോപ്പ് വരല്ലേ. എന്നെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ തന്നെ നമ്മൾ എത്ര പേരെ സർവൈലൻസിലാണെന്നറിയോ? കളി വേറെയാ മോനെ. അതാ ഞാൻ പറഞ്ഞു,
ഇതൊന്നും നടപടിയാവൂല. It was a nice episode. A lot of beautiful memories. It was good while it lasted. Goodbye, Jiva. വെറുതെ ഒരു ഹോപ്പ് വരാൻ വേണ്ടി പറയല്ല, ഞാൻ വരും. നീ പറയുന്നൊക്കെ ഉള്ളതാന്നോടെ? ഇവൻ ശരിക്കും എൻ്റെ അനിയനാ? ബബീഷയുടെ ക്ലാരിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചാറ്റ് GPT എന്ന് കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ സാധനമൊക്കെ വെച്ച് സയൻറ്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഞാൻ ഇത്, അല്ല വെറുതെ അല്ല. ഡേയ്, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറ. ഓ ബബീഷേട്ടാ, അവൻ്റെ ID കാർഡിലെ ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങൾ ആ വീട്ടിൽ ചുമരി തൂക്കിയിരിക്കുന്ന അതേ സാധനം. ചുമറില്ല? ഡിറ്റോ അത് തന്നെ. അവിടെ നിന്നാണ് എനിക്ക് ഈ സ്പാർക്ക് കിട്ടിയത്. പിന്നീട് അവൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫ്ലിക്കർ, ടിൻഡർ, എന്തിനും അവൻ്റെ നിക്കർ വരെ ഞാൻ തപ്പി. പക്ഷെ ഫ്രണ്ട്സിൻ്റെ അല്ലാണ്ട് ഫാമിലിയുടെ ഒരു ഒറ്റ ഫോട്ടോ പോലും അവൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു അന്വേഷണമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇവര് ആരാരി പറഞ്ഞത്? പ്രേമേട്ടാ, നിങ്ങളോട് ഞാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണ് ആ പപ്പൻ്റെ കാര്യം. നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. അളിയാ, ദേ ഇവന് പ്രാന്ത. അയാൾക്ക് ഏതാണ്ട് 19 വയസ്സുണ്ട്. ഹാ, ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത്? പപ്പന് മാക്സിമം ഒരു 22 വയസ്സുണ്ടാവും അല്ലേ? 22 വയസ്സാ? ഹലോ മിസ്റ്റർ ആൽക്കഹോളിക്, യെസ്. നിങ്ങൾ പറയുന്ന ആള് മസ്താൻബായ്. അവിടെ അടി കൊണ്ട് അരഞ്ഞേനെ പോലെ കിടക്കുന്നത് ജീവൻ. ദ അതർ വൺ ഈസ് സാം. ഇതാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം മൊത്തത്തിൽ എത്ര പപ്പന്മാരുണ്ട്? ഇയാളെ ഞാൻ എന്ത് പറഞ്ഞ മനസ്സ്. ഇത് കണ്ടോ, ഇവനാണ് ഞാൻ പറഞ്ഞ പപ്പൻ. എന്നാ നോക്ക്. ഇവനാ? ചേട്ടാ, ഇവനെ അന്വേഷിച്ചല്ലേ നമ്മൾ ഈ കണ്ട നടപ്പുഴ നടന്നത്? ആരെ? ഇവനെ? പിന്നല്ലാണ്ട് ഇവനെ പന്നത്തേണ്ടി എന്റെ മൂക്കിടിച്ച് വരുത്തിയത്. ഇവനന്വേഷിച്ചാണ് ജോസഫ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്ക് ഇവനെ ഇപ്പൊ വേണം. 2 ബെഡ്റൂമിൽ ഓരോ ക്യാമറ വെക്കണം. അവൻ ആസ്ഥാന കോഴി ആയതുകൊണ്ട് ഏതെങ്കിലും പെണ്ണിനെയും വിളിച്ച് റൂമിൽ കയറാതിരിക്കില്ല. എന്നാൽ ഇവൻ ഇതിനിടയ്ക്ക് എപ്പോൾ കയറിയിരുന്നു? ആരാ അത്? പ്രേമേട്ടാ, കിട്ടിയ അടിയുടെ കണക്കനുസരിച്ച് മിനിമം 2 ദിവസം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. ഓൾ സേഫ്. തുറന്നു. ആ, അല്ല, ഞാൻ ഒന്നും ഇവിടെ അടിക്കടാ. ഭാഗ്യ പിള്ളേർ അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. മസ്താൻബായ്, ചായ. ഓ താങ്ക്സ്. താളിയ ടീ സാപ്പിടും. മസ്താൻബായ്, നമുക്ക് ഇതേപോലെ ഒരു ചായക്കടയൊക്കെ ഇട്ട് ജീവിച്ചൂടെ? ആ ബാഗ് കൊണ്ടതിനൊന്നും വരാൻ പോണില്ല ഭായ്. ഇപ്പൊ വിളിച്ചത് അയാളാ. ആള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബാഗൊക്കെ നാളെ കിട്ടും. ഒരു ഉച്ചയോടുകൂടി ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നു. നാളെയാ? അയ്യോ, ഇത്ര പെട്ടെന്ന്? എന്തൊക്കെയായാലും പോണല്ലോ. അളിയാ പപ്പ, നാളെ കാലത്ത് 5 മണിക്ക് പോവത്തെ, നീ നോക്കിക്കോണം. എടാ, നീയാണ് പൂക്കളത്തിന്റെ പ്രസിഡന്റ്, നീയാണ് സെക്രട്ടറി. മറന്നു പോകരുത്. സതീശനാ മാവേലി. അത് വിളിക്കും. ശരി ശരി. ഭായ്, കുറച്ചു ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ? കടക്കാരെ പേടിച്ചാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല പപ്പ. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഡീൽ ചെയ്യാനില്ലേ? അതിന് എന്തെങ്കിലും മൊഴിയുണ്ടേ? എടാ, വെറുതെ പഞ്ച് ഡയലോഗ് പോലെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവളെ പോയിട്ട് പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാമെന്ന്. സൂപ്പർ ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 4-5 വണ്ടി ആൾക്കാരായിട്ട് അവളെ വീട്ടിലോട്ട് ഇടിച്ചു കയറാം. എന്നിട്ട് അവരൊക്കെ പിടിച്ചിടിക്കാം. അതാകുമ്പോൾ കളർഫുൾ ആയിരിക്കും. കൂടെ ആംബുലൻസും പറഞ്ഞു. സന്തോഷം എന്നൊക്കെ പറയുന്നത് ഒരു ചോയ്സാണ്. കൃത്യസമയത്ത് അത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും.